പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ പ്രസംഗം മാത്രം കേൾക്കാനല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലേ ഞാൻ പറയാൻ കേൾക്കാൻ ക്ഷമ കാണി അല്ലെങ്കിൽ നിർത്ത് താൻ ചോദിക്കുന്നത് മാത്രം പറഞ്ഞാൽ പറ്റില്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കും. ഗുരുവായൂർ MLA ആണ് NK അക്ബർ. എന്നോടാണ് ചൂടായത്. എന്തിനാണെന്നറിയോ? എന്താ അദ്ദേഹത്തിന് ദേഷ്യം വരാൻ കാരണം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേതാ ഈ റോഡിനെ കുറിച്ച് ചോദിച്ചതാണ്. 2 വർഷം മുമ്പ് 1,33,00,000 രൂപ ഈ റോഡിന് വേണ്ടി പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലെക്സൊക്കെ അടിച്ചിട്ട് ഈ MLAയുടെ പടമൊക്കെ വെച്ച് വലിയ ഫ്ലെക്സൊക്കെ വെച്ച റോഡാണ്. 2 വർഷമായിട്ടും ഈ റോഡ് എന്താ പൂർത്തിയാവാത്തതെന്നൊരു ചോദ്യം ചോദിച്ചതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത്. ചോദ്യം മാത്രമല്ല ഇഷ്ടപ്പെടാതിരുന്നത്, എന്നെയും കൂടിയാണ്. കാരണം ഇതിനു മുമ്പും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ട് ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചോദ്യവുമായിട്ട് MLAയുടെ അടുത്ത് ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഇലക്ഷനൊക്കെ ആയി കഴിഞ്ഞാൽ ചിരിച്ച മുഖമായിട്ട് വരുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ വലിയ തമ്പുരന്മാരും നമ്മൾ അടിമകളായിട്ടുള്ള പ്രജകളുമാണ്. പറയുന്നത് കേട്ടാൽ മതി, ചോദ്യം ചോദിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അവർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ മാത്രം ഉള്ളവരാണ് നമ്മൾ, അല്ലാതെ നമ്മൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. അത് ആരായാലും അങ്ങനെ തന്നെ. ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്പുരാനും നമ്മൾ അടിമകളും. പിന്നെ ഞാൻ എന്താ ചോദിച്ചതെന്നറിയോ? പൊക്കുളങ്ങര പാലം റോഡിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് വേറെ ഏതോ റോഡിനെ കുറിച്ച്, ഒരു PWD റോഡിനെ. 1,33,00,000 പാസ്സായിട്ട് നമ്മുടെ പൊക്കുളങ്ങര പാലം റോഡ് അത് അനിശ്ചിതകാലമായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ്? പൊക്കുളങ്ങര പാലം റോഡിൻ്റെ അനിശ്ചിതകാലം നീണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, അവിടെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പിൻ്റെ വർക്ക് നേരത്തെ അത് ജില്ലാ മേജർ റോഡിൻ്റെ ഭാഗമായിട്ട് അവിടെ പൈപ്പ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവേണ്ടി അതിൻ്റെ റിസ്റ്റോറേഷൻ ഫണ്ട് അടക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. 65 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി PWDക്ക് അടച്ചാൽ മാത്രമാണ് അത് PWDക്ക് കൈമാറിയതായിട്ട് അവർ കണക്കാക്കിയ നിർമ്മാണങ്ങൾ ആരംഭിക്കും. പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ പ്രസംഗം മാത്രം കേൾക്കാനല്ലോ. ഇപ്പോൾ പിന്നെ ഏത് റോഡിനെ കുറിച്ച് ചോദിച്ചാലും ജലജീവൻ മിഷൻ എന്നൊരു വാക്കുണ്ട്. അത് MLAക്കാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ആർക്കാണെങ്കിലും പറയാനുള്ളൊരു വാക്കാണ്. റോഡ് പൊളിഞ്ഞു കിടക്കുന്നു, റോഡ് സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി പൊളിച്ചതാണ്, അവർ പൈസ അടച്ചാലേ റെഡിയാവൂ. ഇതൊരു സ്ഥിരം പല്ലവിയാണ്, നമ്മൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ വേണമെങ്കിൽ പോയിട്ടൊരു റോഡിനെ കുറിച്ച് പരാതി പറഞ്ഞു നോക്കൂ. അവർ പറയും ജലജീവൻ മിഷന് വേണ്ടി പൊളിച്ചതാണ്, അവർ പൈസ അടയ്ക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ റോഡിനെ കുറിച്ച് ചോദിച്ചപ്പോഴും MLA ഉടൻ എടുത്ത വഴിക്ക് പറഞ്ഞത് ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയാണ്, വാട്ടർ അതോറിറ്റി പൈസ അടച്ചാലേ PWD ഏറ്റെടുക്കൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ റോഡും PWDയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ജലജീവൻ മിഷനുമായിട്ട് ഒരു ബന്ധവുമില്ല, ജലജീവൻ മിഷന് വേണ്ടി പൊളിച്ചതുമല്ല. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് ഇത് PWDയുടെ അല്ലല്ലോ എന്ന് ചോദിക്കാൻ പോയത്. അപ്പോൾ എന്നോട് ചോദിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ചൂടായത്. പറയുന്നത് കേട്ടാൽ മതി, ചോദ്യം ചോദിക്കേണ്ട, അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടായത്. കാരണം അദ്ദേഹത്തിൻ്റെ സമയം വെറുതെ പാഴാക്കണ്ടല്ലോ. വെറുതെ ഞാൻ ചോദിച്ചത് അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് PWD ഏറ്റെടുക്കണം, വാട്ടർ അതോറിറ്റി പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒക്കെ പറയുന്നവരെ പിന്നെ ഞാൻ മിണ്ടിയില്ല, ഞാൻ ക്ഷമിച്ചു നിന്നു പറഞ്ഞു തീരുന്നവരെ. അപ്പോൾ 65 ലക്ഷം രൂപ അതിനു വേണ്ടി വാട്ടർ അതോറിറ്റി അടക്കണം. വാട്ടർ അതോറിറ്റി അടച്ചാലാണ് അത് PWDക്കായി നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ആ 65 ലക്ഷം രൂപ അടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് പൈസ അടച്ചു കഴിഞ്ഞാൽ PWD വർക്ക് ഏറ്റെടുക്കും. അതോടുകൂടി PWDക്ക് തന്നെ വർക്ക് നടത്താനും കഴിയും. അതൊരു സാങ്കേതിക തടസ്സം കൊണ്ടാണ്, വാട്ടർ അതോറിറ്റി പൈസ അടക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കാത്തത്. അത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്നാണ് എനിക്ക് അറിവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ പൈസ അടക്കേണ്ട റോഡാണ് ഞാൻ പറഞ്ഞത്. അത് ഈസ്റ്റ് പാലം റോഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊക്കുളങ്ങര പാലം റോഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം പൂർണ്ണമായി അവസാനിക്കാതെ ടാറിംഗ് പ്രവർത്തനം നടത്താൻ കഴിയും. കാരണം എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് PWDയുടെ റോഡല്ല, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റോഡാണെന്നാണ് എനിക്കറിവുള്ളതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആണ് പിന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ മഴയുടെ കാര്യം എടുത്തിട്ടത്. അപ്പോൾ എന്താണ് അവസ്ഥ ഒന്ന് നോക്കിയേ. നമ്മൾ എവിടെയായാലും ആരായാലും ഭരിക്കുന്നത് ആരായാലും നമ്മൾ വെറും അടിമകളായിട്ടുള്ള പ്രജകൾ തന്നെ കേട്ടോ. നമുക്ക് ചോദ്യം ചോദിക്കാൻ പോലും അവകാശമില്ല. വോട്ട് ചെയ്ത് അവരെ അങ്ങ് വിജയിപ്പിച്ച് വിട്ടാൽ മതി, പിന്നെ എല്ലാം ഞങ്ങളായിക്കോളാം, നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ചോദ്യം ചോദിക്കണ്ട എന്നൊക്കെയാണ് അവരുടെ രാജാക്കന്മാരുടെ കൽപ്പന. ഞാൻ പറഞ്ഞത് പൊക്കുളങ്ങര പാലം റോഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം പൂർണ്ണമായി അവസാനിക്കാതെ ടാറിംഗ് പ്രവർത്തനം നടത്താൻ കഴിയും. കാരണം മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരുന്നതാണ്.
അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അടിയിൽ ഇപ്പോഴും വെള്ളം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ടാർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റോഡ് പൊളിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും മഴ വിട്ടുമാറി കഴിഞ്ഞാൽ ഹാർബറിന് 2 വർക്ക് നടക്കും. ഈ അതായത് മഴ കാരണമാണ് ഈ റോഡ് പണിയാൻ പറ്റാത്തതെന്നാണ് പറയണത്. ഇവിടെ 2 വർഷമായിട്ട് കണ്ടിന്യൂസ് മഴയായിരുന്നു കേട്ടോ. ഇതെന്താ ചിറാപ്പൂഞ്ചിയാണോ? നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? അരി ഭക്ഷണം തന്നെ ഞങ്ങളൊക്കെ കഴിക്കുന്ന മിസ്റ്റർ MLA. ഇവിടെ 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? മഴ ഇപ്പോഴല്ലേ തുടങ്ങിയത്? ജൂൺ മാസത്തിലല്ലേ മഴ തുടങ്ങിയത്? ഒക്ടോബർ മാസത്തിൽ റോഡ് ഏൽപ്പിച്ചു കൊടുത്തതാണ് കോൺട്രാക്ടർക്ക്. എന്നിട്ട് ഇപ്പോൾ അടുത്ത ഒക്ടോബർ കഴിഞ്ഞു. അതായത് കഴിഞ്ഞ വർഷത്തെ ഒക്ടോബറാണ് ഞാൻ പറഞ്ഞത്. 2024 ഒക്ടോബർ മാസത്തിൽ കോൺട്രാക്ടറെ റോഡ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ അതും കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 2025 ഒക്ടോബറും കഴിഞ്ഞ് 2025 നവംബർ മാസമായി. ഇതുവരെയും പണി പൂർത്തിയായിട്ടില്ല. അത് മഴ കാരണം മാത്രമേ. ആരോടായി പറയുന്നത്? ഇതൊക്കെ പറയുന്നതിന് ലേശം ഉളുപ്പ് വേണ്ടേ? അപ്പോൾ മനസ്സിലായില്ലേ? മഴ കാരണം ഈ റോഡ് 2.5 കിലോമീറ്ററുള്ള റോഡ് മഴ കാരണം 2 വർഷമായിട്ട് പണിയാൻ പറ്റുന്നില്ല. ഫ്ലക്സ് വെക്കാനൊക്കെ പറ്റി. ഫ്ലക്സ് നല്ല ഗംഭീര ഫ്ലക്സ് ആയിരുന്നു. 2 വർഷം മുമ്പേ വെച്ചു ഗംഭീര ഫ്ലക്സ്. പക്ഷേ മഴ കാരണം പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല.